പ്രദേശത്താണ് ഞാൻ ജനിച്ചിട്ടുള്ളതെന്നും 1 വയസ്സ് തികയുന്നത് വരെ ഈ പ്രദേശത്താണ് താമസിച്ചിട്ടുള്ളതെന്നൊക്കെ അച്ഛനാണ് എപ്പോഴും വളരെ ഈ പ്രദേശം വിട്ടുപോയതിന്റെ ഒരു വിഷമം മരിക്കുന്നത് വരെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു. എനിക്ക് ആ കോട്ടായിൽ താമസിച്ച കാലഘട്ടമാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. അത് ഞാൻ അവിടെ വിട്ടു പോരണ്ടായിരുന്നു എന്ന് എപ്പോഴും അച്ഛൻ പറയാറുണ്ട്. അങ്ങനെ അത് കേട്ട് കേട്ട് വളർന്നുകൊണ്ടാവാം എനിക്കും കോട്ടായിയോടൊരു പ്രത്യേക മമതയാണ്. ആദ്യമായിട്ട് PSC പോസ്റ്റിംഗ് കിട്ടിയതും ഈ വിദ്യാലയത്തിലായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് വീടിന്റെ അടുത്തുള്ള സ്കൂളിലേക്ക് കിട്ടിയപ്പോൾ എനിക്ക് പോകേണ്ടി വന്നു. വളരെ വിഷമത്തോടു കൂടിയാണ് ഇവിടുന്ന് പോയത്. പിന്നെ ഇപ്പൊ പ്രധാനാധ്യാപികയായപ്പോഴും ഈ സ്കൂളിൽ ഒഴിവ് വരുന്നത് കണ്ടപ്പോൾ ഞാൻ കൊടുത്തു, ട്രാൻസ്ഫറിന് ആപ്ലിക്കേഷൻ കൊടുത്തു. അത് ഉടനെ കിട്ടുകയും ചെയ്തു. പക്ഷെ പ്രത്യേക സാഹചര്യത്തിൽ എനിക്കിപ്പോ ഇവിടുന്ന് മാറേണ്ടി വന്നിരിക്കുകയാണ്. എങ്കിലും ഈ കോട്ടായിയോടുള്ള എന്റെ പ്രത്യേക മമത അത് എവിടെയും പറയാൻ, എപ്പോഴും അച്ഛനെ പോലെ തന്നെ ഞാനും മരിക്കുന്നത് വരെ പറയാൻ തോന്നും. അത്രയും എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാൻ അദ്ദേഹം കൃഷ്ണനുണ്ണി സാറ് ആവശ്യപ്പെടുകയും അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, കുറെയൊക്കെ വളരെ ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇത്രയൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞതില്, അറ്റ്ലീസ്റ്റ് ആ ലിസ്റ്റെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞതില് എനിക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നെങ്കിൽ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും ഈശ്വരന്റെ അനുഗ്രഹമായിട്ട്, ഒരുപക്ഷെ മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മയുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കും എന്നുകൂടി ഞാൻ വിചാരിക്കുക. ഈ മുൻപുണ്ടായിരുന്ന വിദ്യാഭ്യാസ രീതികൾ, ഗോവിന്ദവാര്യർ മാസ്റ്റർ ഇംഗ്ലീഷ് ഗ്രാമറും സ്ട്രക്ചറും ഒക്കെ വളരെ വിശദമായിട്ട് പഠിപ്പിച്ചിരുന്നു. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ഇന്ന് അതൊന്നും ആവശ്യമില്ല, സ്ട്രക്ചറും ഗ്രാമറും ഒന്നും വേണ്ട, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊള്ളും എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്നത്. കുട്ടികൾക്ക് ഭാഷ കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവ്, അത് ഡിസ്കോഴ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ. വ്യത്യസ്ത ഡിസ്കോഴ്സുകൾ, ഇപ്പോൾ കോൺവെർസേഷൻ ഉണ്ടാക്കുക, അതുപോലെ ഒരു ലെറ്റർ തയ്യാറാക്കുക, നിവേദനം തയ്യാറാക്കുക, ഒരു ക്യാപ്ഷൻ തയ്യാറാക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു നറേഷന്റെ ഇടയിൽ കൂടി സന്ദർഭത്തിനനുസരിച്ച് ഈ ഡിസ്കോഴ്സുകൾ തയ്യാറാക്കുക. അതായത് ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവ് കുട്ടിക്ക് ഉണ്ടാക്കുക. അങ്ങനെ ഭാഷ പഠിച്ചോളും എന്നുള്ള രീതിയാണ് ഇപ്പോൾ. കുറെയൊക്കെ ശരിയാകുന്നുണ്ടെങ്കിലും ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നൊരു തോന്നൽ തന്നെയാണ് എനിക്കുള്ളിലുള്ളത്. ഇപ്പൊ ഗ്രാമറും സ്ട്രക്ചറും ഒന്നും വേണ്ട, ഭാഷ എങ്ങനെയെങ്കിലും ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി, അങ്ങനത്തെ ഒരു രീതിയാണ് ഇപ്പൊ. ഇപ്പൊ ഭാഷ ശരിയായിട്ട് പ്രയോഗിക്കുക, ആ ഭാഷയുടെ സൗന്ദര്യം അതൊക്കെ ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുക ഒരുവിധം. കുട്ടികൾ ഭാഷ എഴുതുന്നുണ്ട്, കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞാൽ അവരെഴുതും, വിവരണം എഴുതാൻ പറഞ്ഞാലും അവരെഴുതും. പക്ഷെ അതിലൊന്നും ആ ഭാഷയുടെ സൗന്ദര്യം, ആ ഒരു ഇന്നർ മീനിങ് അതൊക്കെ ഇപ്പൊ നഷ്ടപ്പെട്ട് കഴിഞ്ഞതുപോലെ തന്നെയാണ്. എങ്കിലും എല്ലാവരും മാറ്റങ്ങൾ ഉണ്ടായത് നല്ലതിനാണെന്ന് തന്നെ അവകാശപ്പെടുന്നു. ഞാനും ഇപ്പൊ ഇതിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് എനിക്കും അങ്ങനെ പറയാൻ നിർത്തിയുള്ളൂ, മാറ്റങ്ങളെല്ലാം നല്ലതിനാണ്. ഇത്രയും നീണ്ട ഒരു 1960 SSLC കഴിഞ്ഞ് ജീവിതത്തിന്റെ ഔദ്യോഗിക കാലഘട്ടം ഇതെല്ലാം കഴിഞ്ഞ് ഒരു വിശ്രമാവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പൊ ഇവിടെയുള്ളത്. ഇപ്പൊ ജീവിതത്തോട് അന്ന് ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് ഇപ്പൊ പലർക്കും മാറിയിട്ടുണ്ടാവും, അനുഭവങ്ങൾ പലതും പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ കാഴ്ചപ്പാടിൽ വന്ന മാറ്റം അതിപ്പോ നേരത്തെ സാറ് പറഞ്ഞു, ഇപ്പൊ ഒരു 65 വർഷം പിറകിലേക്ക്, അല്ല കുറെ വർഷം വയസ്സ് ചുരുങ്ങിയതുപോലെയുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അന്നത്തെ ആ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആ കുട്ടിയുടെ മനസ്സ് എങ്ങനെയായിരുന്നു? ഒരുപക്ഷെ നമ്മുടെ പ്രത്യേകതകൾ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ അടുത്തിരുന്ന് പഠിച്ചവരൊക്കെ ആയിരിക്കും ഓർമ്മിക്കുക. നീ അന്ന് അങ്ങനെയായിരുന്നു, ഓരോ കാര്യം വരുമ്പോ നീ ഇന്ന് ഇങ്ങനെയൊക്കെയാ പറഞ്ഞിരുന്നത്. നമ്മൾ ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കൂടെ പഠിച്ചവർക്ക് നമ്മളെ കുറിച്ച് ഓർമ്മയുണ്ടാവും. അപ്പൊ അവരത് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, ഓ ഞാൻ അങ്ങനെ ആയിരുന്നു അല്ലേ. ഇപ്പൊ എനിക്ക് എന്ത് മാറ്റം വന്നു, അതൊക്കെ ഒന്നൊരു ഉള്ളിലെ ഒരു താരതമ്യം നടത്താൻ ഈ ഒരു അവസരം വിനിയോഗിക്കാൻ കഴിയും. ഇപ്പൊ പലർക്കും എല്ലാവർക്കും തിരക്ക് തന്നെയാണ്, അനാവശ്യമായിട്ടുള്ള ആൻസൈറ്റിയാണ് എല്ലാ കാര്യത്തെക്കുറിച്ചും. അതിനെക്കുറിച്ചൊക്കെ സാറ് വളരെ സരസമായിട്ട് ഇവിടെ പറയുകയുണ്ടായി. അപ്പൊ ആ തിരക്കുകൾക്കിടയിൽ പലരും ഇതുപോലെയുള്ള ഒരു ഫോൺ കോളിന് പോലും നമ്മൾ കാണിക്കാറുണ്ട്.
എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ അന്നന്നത്തെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക, കിടന്നുറങ്ങുക, പിറ്റേ ദിവസം ആവുക, യാന്ത്രികമായിട്ടുള്ള ഒരു ജീവിതമാണ് പലപ്പോഴും. അപ്പൊ ഈ ബന്ധങ്ങൾ നിലനിർത്തുന്ന കാര്യത്തില് പലപ്പോഴും നമ്മൾ പിറകോട്ട് പോകാറുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ഒരു വേദി ഒരുക്കിയത് നമുക്ക് ആ ബന്ധങ്ങളൊക്കെ ഒന്നുകൂടി പുതുക്കുന്നതിനും ഇനി തുടർന്ന് ഇത് നിലനിർത്തുന്നതിനുമൊക്കെ സഹായകമായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോടൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വാചാലമായിട്ട് സംസാരിക്കാൻ അത്രയൊന്നും കഴിവുള്ള ആളല്ല ഞാൻ. എങ്കിലും എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ളവര് ഇവിടെ കാത്തിരിക്കുന്നു. അവരുടെ സമയമൊന്നും ഞാൻ അപഹരിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നു. ഇതിന്റെ സംഘാടകരോട് എല്ലാവരോടും, പ്രത്യേകിച്ച് കൃഷ്ണനുണ്ണി സാറിനോട് അങ്ങേയറ്റം നന്ദി പറയും. അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം ദൈവത്തിന്റെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇത്രയും വിഷമതകൾ, ശാരീരികമായിട്ടുള്ള വിഷമതകൾ അനുഭവിച്ചുകൊണ്ടും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി, അതിനുവേണ്ടി എന്ത് ബുദ്ധിമുട്ട് സഹിക്കാനും അദ്ദേഹം തയ്യാറാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സാർ ഇപ്പൊ അതിനു വേണ്ടിയിട്ട് കൊണ്ട് ഈ ചൂടിൽ യാത്ര ചെയ്യണ്ട എന്ന് ഞാൻ നാളെ പറഞ്ഞു. ഇവിടെ എല്ലാം നടന്നോളും, സാറ് വിഷമിക്കേണ്ട, എല്ലാം നടന്നോളും, ഇങ്ങനെ യാത്ര ചെയ്ത് വരണ്ട ഈ ചൂടില്. നമുക്കിപ്പോ കുറച്ചു ദൂരം യാത്ര ചെയ്യാൻ തന്നെ മടിയാണ് ഇപ്പൊ ഈ ചൂടില്. പക്ഷെ അദ്ദേഹത്തിന് എപ്പോഴും ആ സ്പിരിറ്റാണ്, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം വളരെ ഭംഗിയായിട്ട് ചെയ്യണം എന്നല്ല. ആ സ്പിരിറ്റ് കിട്ടിയ അംഗീകാരം തന്നെയാണ് ഈ പരിപാടിയുടെ വിജയം. ഇതില് പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒരു ഭാഗ്യമായാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് സമ്മേളനത്തിൽ പങ്കുള്ള അർഹതയുണ്ട്. എനിക്ക് 72 വയസ്സ്. അതുകൊണ്ട് നിങ്ങൾ പലരെക്കാളും മൂത്താണെന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഞാനും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഒരുപാട് യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ചൂണ്ടി പറഞ്ഞ പോലെ ഹൃദയത്തിന്റെ ഭാഷയിലല്ല, എൻ്റെ ആത്മാവിനെ തൊട്ട് സ്പർശിച്ച ഒരു ചർച്ചയാണ്. കാരണം 50 കൊല്ലം മുമ്പ് ഒരു ഹോളിലിരുന്ന്, ഒരു ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവർ തമ്മിലുള്ള ആ സ്നേഹത്തിന്റെ ആധിക്യം സത്യം പറഞ്ഞാൽ, സാഹിത്യാത്മാർ പറഞ്ഞ മാതിരിയല്ല, സത്യം പറഞ്ഞാൽ കണ്ണു നനയിച്ചു. ഇങ്ങനെ ഒരു സ്നേഹബന്ധം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഈ നാട് എന്നേ രക്ഷപ്പെട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാനൊരു പട്ടണത്തിൽ നിന്നാണ് വരുന്നത്. എനിക്കറിയാം തൊട്ടടുത്ത വീട്ടിലുള്ള ആളാരാന്ന് അറിയില്ല, അയാളുടെ പേര് പോലും അറിയില്ല. നമ്മളടുത്ത വീട്ടിൽ പോയി സംസാരിക്കുമ്പോൾ അവർക്ക് അങ്കരാപ്പണം എന്താ പേരോട് വരാൻ ആയിരുന്നില്ല. പണ്ട് അങ്ങനെയായിരുന്നില്ല. പണ്ട് അയൽവക്കല്ല, എല്ലാ ആളുകളോടും നമുക്ക് ബന്ധമായിരുന്നു. എന്റെ ചെറുപ്പകാലത്ത് ആരെങ്കിലും കാലുമ്പോൾ പാമ്പ് കടിച്ചാല് വിഷവൈദ്യം പറയുക രാത്രി ഉറക്കരുത്, ഭക്ഷണം കഴിക്കരുത്. അപ്പൊ അയാൾ ഒന്നുമില്ല, എന്തെങ്കിലും കഴിക്കുകയും ചെയ്യും. ഞങ്ങൾ അടുത്ത വീട്ടിലുള്ള ആളുകളെല്ലാവരും കൂടി പോയി പാട്ട് പാടി പ്രാർത്ഥിച്ച് തമാശ പറഞ്ഞാൽ ഉറക്കില്ല. അതുപോലെ ആരെങ്കിലും മരിക്കാൻ കിടന്നാൽ നമ്മളവിടെ ചെല്ലും, സംസ്കാരം കഴിയുന്ന വരെയുണ്ടാവും. ഇപ്പൊ എങ്ങനെയാ വെച്ചാല് നമ്മുടെ അപ്പുറത്തെ കൊച്ചു വല്യമ്മ മരിച്ചല്ലോ, 75 വയസ്സായില്ല, എന്നാ പോട്ടതാ. അങ്ങനെ വികാരമാണ് ഇപ്പൊ ആഘോഷിക്കുന്നത്. കാരണം നമ്മൾ ശാസ്ത്ര യുഗത്തിലാണ്, അതുകൊണ്ടായിരിക്കും. ഉണ്ണി പറഞ്ഞവരൊക്കെ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒക്കെ ആയല്ലോ. നമ്മുടെ ചെറുപ്പകാലത്ത് ഞാനൊന്നും പഠിക്കാനൊന്നുമില്ല, നിങ്ങൾ പഠിക്കാനൊന്നുമില്ല. ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാല് നമ്മുടെ മാനുഷിക വികാരങ്ങള്, മൂല്യബോധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ഒരു യന്ത്രങ്ങളെ പോലെ പെരുമാറണം. അതുകൊണ്ട് 50 കൊല്ലം പോയി പഠിച്ച ആളെ പറ്റി, ഉണ്ണിയെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. എന്നെ കുറിച്ച് വല്ലാണ്ട് ഉണ്ണി പറയുകയും ചെയ്തു. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എല്ലാം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ആത്മാവിനെ തൊട്ട 10 പറ്റും. അതെന്റെ 2 മക്കളുൾപ്പെടെ. അതിലൊരാളാണ് ഉണ്ണി എന്ന് അദ്ദേഹത്തിന്റെ ഈ നാട്ടിൽ വെച്ച് പറയാൻ എനിക്ക് വളരെ സന്തോഷം. അത് അധ്യക്ഷ പറഞ്ഞ പോലെ തന്നെ ഉണ്ണിയെ പറ്റി എനിക്ക് A മുതൽ Z വരെ അദ്ദേഹം വളരെയേറെ ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ അവസ്ഥകൾ അനുഭവിക്കുന്ന ആളാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ഓഫീസ് കാര്യങ്ങളിൽ, പൊതു കാര്യങ്ങളിൽ, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഓടി ഇറങ്ങി എന്നെ ഈ കാര്യത്തിൽ എത്രയോ തവണ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ, ഇച്ഛാശക്തിയുള്ള ആളുകൾ, കർമ്മ നിരന്തരായ ആളുകൾക്ക് നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്റെ ആഫീസിലെ കാര്യം തന്നെ പറയാം. ഞാൻ മനോരമയിൽ ചേർന്നത് 45 കൊല്ലം.
റിട്ടയർ ചെയ്തിട്ട് 15 വർഷം അവർ വിടണില്ല, ഞങ്ങൾക്ക് പോകണില്ല. അങ്ങനെ നിൽക്കുകയാണ്. ഈ പത്രരംഗത്ത് നോക്കിയപ്പോ